ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വീണ്ടും ഊട്ടിയിലാണ്. ഊട്ടിയിൽ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ലൊക്കേഷനുള്ള ഒരു പ്രോപ്പർട്ടി അല്ല. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി വരുന്നത് കേത്തി വാലിയിലാണ്. കേത്തി വാലി എന്ന് പറയുമ്പോൾ ഊട്ടി സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 9 കിലോമീറ്റർ വരും. പക്ഷെ ആ 9 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്താൽ നിങ്ങൾക്കത് വേർത്താണ് ആക്ച്വലി. കാരണം കേത്തി വാലി എന്ന് പറയുമ്പോൾ ഊട്ടിയിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാലി, ഊട്ടിയിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാലീസിലൊന്നാണ് കേത്തി വാലി. ഇതൊരു അടിപൊളി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു 1 ബെഡ്റൂം കോട്ടേജ്, പിന്നെ ഒരു 2 ബെഡ്റൂം വില്ല, അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി, നല്ല വ്യൂ ഉള്ള, നമുക്ക് നല്ല ഫാമിങ്ങും കൃഷിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഫുൾ പ്രൈവസി, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെഹിക്കിലോട് എത്തിച്ചേരാം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇതാട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ്. അതായത് നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിളിൽ വരാം. നല്ല റോഡ്, ടാറിട്ട് റോഡാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് ആണ് കിട്ടില്ല വ്യൂ അല്ലേ അല്ലേ? ഇതിൻ്റെ പാർക്കിംഗ് ഉണ്ടോ? ഇതിൻ്റെ പാർക്കിംഗ് എന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ്. ഈ പക്ക കിടിലൻ വാലി വ്യൂ, കംപ്ലീറ്റ് പ്രൈവസി അല്ലേ? ഒരു കട്ടൻ കാപ്പി ആയിട്ട് വന്നിരുന്ന അതെ, പാർക്കിങ്ങിൽ വന്നാൽ മതി. അത്രേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ടീ എസ്റ്റേറ്റ് ആണ്, അവിടെ ഫുള്ള് കൃഷി കാര്യങ്ങൾ, ഫുൾ പ്രൈവസി. ഞാൻ പറഞ്ഞു ലൊക്കേഷൻ കേത്തി വാലിയാണ്. സാറിന് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി, നല്ല രസമുണ്ട്, നല്ല വ്യൂ. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അതായത് ഇതാണ് അപ്പോൾ നമ്മുടെ കാർ പോർച്ച്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് കേട്ടോ. നേരെ കയറി വരുമ്പോൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അതായത് അൾട്ടിമേറ്റ് പ്രൈവസിയാണ്. പക്ക ഭയങ്കര ക്യൂട്ടൊരു വില്ല എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ. കാരണം ഇവിടുത്തെ മോർണിംഗ് സൺറൈസൊക്കെ അടിപൊളി. ഞാൻ കുറച്ച് ഫോട്ടോസ് പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ പിൻ ചെയ്യട്ടെ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അത്യാവശ്യം വെയിലത്താണ്. ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ അടിപൊളി വ്യൂ ആണ് നമുക്ക്. നല്ല മഞ്ഞും കാര്യങ്ങളും ഇവിടെ മൊത്തം വരുന്നതാണ്. ഇതൊരു 1 ബെഡ്റൂം കോട്ടേജാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കപ്പിളായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് മാത്രം എടുത്താൽ മതി. കംപ്ലീറ്റ് പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഒരു അടിപൊളി കിങ് സൈസ് ബെഡ്. അടിപൊളി എന്ന് വെച്ചാൽ പക്കയായിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത്. അതായത് ഒരു സെപ്പറേറ്റ് ഒരു ഹാളിൻ്റെ സ്പേസ് ഈ റൂമിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി സോഫ കം ബെഡാണ്. നമുക്കിപ്പോൾ എക്സ്ട്രാ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് കിടക്കാം. ഇവിടെ TV വരുന്നുണ്ട്. നമുക്ക് വൈഫൈ എല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. വൈഫൈ, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. അത് നിങ്ങളെല്ലാം നോക്കിയോ, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ, പക്ക. അതായത് 100% പ്രോപ്പർ മെയിൻ്റെനൻസ് ഉള്ള പ്രോപ്പർട്ടി. ഇത് ആക്ച്വലി ഏറ്റവും പുതിയ പ്രോപ്പർട്ടിയാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആണ്. അതായത് ആ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ, പിന്നെ ഇവിടെ കാണുന്നത് കണ്ടോ, ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ടൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കപ്പിൾസായിട്ട് ഹണിമൂൺ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് നല്ല പക്ക നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സേഫ്റ്റിയിൽ ഒരു അടിപൊളി ലൊക്കേഷനിൽ സ്റ്റേ ചെയ്യാം. ഇതാണ് നമ്മുടെ 2 ബെഡ്റൂം വില്ലയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് സൈസുള്ളൊരു വില്ല കേട്ടത്. നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് റൂം, അവിടെ ചെടികളുണ്ട്, ഇവിടെ അടിപൊളി സോഫ. പിന്നെ ആക്ച്വലി കിച്ചണാണ്. കിച്ചൺ ഇപ്പോൾ ഇന്നലെ ഗസ്റ്റ് പോയിട്ട് കുറച്ചുകൂടി ക്ലീനിങ് ബാക്കിയുണ്ട്. അതായത് നമ്മളിവിടെ ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡൈനിങ് ഹാള്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ. ഇത് കണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത. ഇത് കണ്ടോ, ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്നുള്ള ബാൽക്കണിത്തെ വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ? എല്ലാ റൂമിലും കിങ് സൈസ് ബെഡാട്ടോ. അതായത് 3 പേർക്ക് സുഖമായിട്ട് ബെഡിൽ കിടക്കാം. ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ, രാവിലെ എണീറ്റ് ഈ ഒരു വ്യൂ കണ്ട് ഒരു കോഫിയൊക്കെ കുടിക്കുന്നത് ലൈക്ക് നമ്മൾ ഊട്ടി വന്നത് പോകത്താ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഊട്ടിയിലൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി, അതായത് ഊട്ടിയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്ന പോലത്തെ പ്രോപ്പർട്ടീസ് എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും എപ്പോഴും ട്രാവൽ ചെയ്യുന്നവരല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ സൈറ്റ് സീയിങ്ങിന് പോയില്ലെങ്കിൽ പോലും ഒരു 1 ഡേ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും.
നമുക്ക് ഈ ഒരു റൂമിന് വരുന്ന ബാത്റൂം എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ആ ഒരു ബാത്റൂം ആട്ടത്. ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വാഷ്റൂമിൻ്റെ സൈസ് എന്താണെന്നുള്ളത്. നമുക്ക് 2 എക്സ്ട്രാ ബെഡ് ഇടാം, ആ സൈസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ 2 ബെഡ്റൂം വില്ലയിൽ വരുന്ന സെക്കൻഡ് ബെഡ്റൂം. ഈ 2 റൂമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി ആട്ടോ. ഒന്നും പറയാനില്ല. കാരണം സ്വർഗം പോലത്തെ ഒരു സ്ഥലം, ഫുൾ പ്രൈവസി, കംപ്ലീറ്റ് സേഫായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കപ്പിൾസ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ തോന്നുന്നൊരു പ്രൈസിങ് ഒന്നും ഈ പ്രോപ്പർട്ടിക്ക് പറ്റില്ല. അത്യാവശ്യം ബഡ്ജറ്റായിട്ട് മാക്സിമം ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി ഗസ്റ്റിന് കൊടുക്കുന്നത്. ഈ റൂമിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് സൈസാണ്. ഫുൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വേസ്റ്റ് പിന്നാണെങ്കിലും എല്ലാം. ഇവിടെ TV വരാനുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ റൂമിൻ്റെ വാഷ്റൂം. അത്ര വലുതല്ല, പക്ഷെ നല്ല വൃത്തിയുള്ള വാഷ്റൂം. എല്ലാ വാഷ്റൂമിലും ചപ്പലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ 2 ചെയർ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ബാൽക്കണിയിലിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്ത് രസമാക്കി, ഫുൾ സൈലൻസാണ്, വേറൊരു വണ്ടി പോകുന്ന സൗണ്ടോ ഒന്നുമില്ല. അടിപൊളിയല്ലേ? ശരിക്കും നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി സ്റ്റേ ചെയ്യാൻ തോന്നും. അത് ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പ്രോപ്പർട്ടി കാണുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന്. പക്ഷേ ഇത് ഭയങ്കര യൂണീക്ക് പ്രോപ്പർട്ടി കേട്ടോ. അതായത് ഭയങ്കര പ്രൈവസി, അതും കേത്തി വാലിയാണ് ലൊക്കേഷൻ. കേത്തി അറിയുന്നവർക്ക് അറിയുമായിരിക്കും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കൃഷിയും കാര്യങ്ങളും ഒക്കെ, ഫാമിംഗ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫെയർ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടി ഒരു ടേക്ക് ഓവർ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് ലോണിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നൈറ്റൊക്കെയാണ് നല്ല അടിപൊളി ക്യാമ്പ് ഫെയർ ഒക്കെ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അതും കംപ്ലീറ്റ് സേഫായിട്ട്. അതാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന അത്ര സേഫായിട്ട് നിൽക്കാം. 24 hours സ്റ്റാഫ് ഉണ്ടാവും. ഹോംലി ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടോ, നേരെ ഫ്രണ്ട്ലി ടീ എസ്റ്റേറ്റ്. ഈ ഒരു മരം കാണുമ്പോൾ എന്നെ ഭംഗി കാണാനായിട്ട്. ഇവിടെയൊക്കെ ഇനി ഫുൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈവൻ ഇപ്പോൾ നിങ്ങൾ ഒരു കപ്പിളായിട്ട് വരികയാണെങ്കിലും ഇവിടെ ഗസ്റ്റ് ഉണ്ടെങ്കിലും, അപ്പോൾ അതായത് ഈ വില്ലയിൽ ഗസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 1 ബെഡ്റൂം കോട്ട എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൈവസിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ആൻഡ് ഫുൾ കോമ്പൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്റ്റാഫ് എല്ലാം മലയാളീസ് ആട്ടോ. അടിപൊളിയല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള ഈ ഒരു വ്യൂ ആണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ടൗണിൽ നിന്ന് തിരക്കുന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ നമുക്കൊരു നല്ലൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടാനും ഒന്ന് സമാധാനമായിട്ട് 1-2 ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ആകുമ്പോൾ ഊട്ടിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായി കിട്ടും. അതായത് നിങ്ങൾ 10-12 പേർക്കാണെങ്കിൽ പോലും ഇത് ഫുൾ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സേഫായിട്ട് ഒരു ഫാൻറ്റസി വേൾഡ് വരാൻ താമസിക്കുക. നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടിപൊളി ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ ടീ എസ്റ്റേറ്റ് ആണ്, പക്ഷേ ഇവിടുത്തെ ടീ എസ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫൊക്കെ അത്രയും ഫ്രണ്ട്ലിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലേ തോന്നത്തുള്ളൂ. എന്നാൽ ഊട്ടിയുടെ എല്ലാ ദൃശ്യ ഭംഗിയും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യൂട്ട് പ്രോപ്പർട്ടീൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെയും ബൈ.